വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ സുസ്മിതയാണെങ്കിൽ ശാലിനിയെ കുറേ വെല്ലുവിളിയൊക്കെ നടത്തിയ ശേഷം ശാരദാമ്മയുടെ വീട്ടിൽ നിന്നും ചായയൊക്കെ വാങ്ങിയ ശേഷം അതിങ്ങനെ തറയിലേക്കൊക്കെ ഒഴിച്ച് കളയുന്നുണ്ട്. തുടർന്ന് കുടുംബശ്രീ ഹോട്ടൽ ഇടിച്ചു പൊളിച്ച് വാഴക്കൃഷി നടത്തും എന്നൊക്കെ പറഞ്ഞ് നല്ല കുറേ പഞ്ച് ഡയലോഗൊക്കെ പറഞ്ഞിട്ട് സുസ്മിത തിരികെ പോകുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ സുസ്മിത വഴിയിൽ വെച്ച് സുസ്മിതയാണെങ്കിൽ ദിവ്യ നഴ്സിൻ്റെ പഴയ ഹോസ്പിറ്റലിലെ മരിച്ചുപോയ ദിവ്യ നഴ്സിൻ്റെ സിസ്റ്ററാണെങ്കിൽ അനിയത്തിയാണെങ്കിൽ ഫോൺ ചെയ്യുന്നുണ്ട്. അന്നേരം ഞാൻ സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷമാണ് പറയുന്നത്, മാഡത്തിന് വളരെ ഉപകാരപ്പെട്ട ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത് എന്നിങ്ങനെ പറയുമ്പോൾ സുസ്മിതയ്ക്ക് ആദ്യം സംഭവം മനസ്സിലാവുന്നില്ല. അന്നേരം ഈ ഇൻഫർമേഷൻ മാഡത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടത് തന്നെ ആയിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് സുസ്മിത പറയുന്നുണ്ട്, ശാലിനിയെ തകർക്കുക എന്നുള്ളതാണ് സുസ്മിതയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുമ്പോൾ ശാലിനിയെയും വിഷ്ണുവിനെയും ഒരുമിച്ച് തകർക്കാനുള്ള ആയുധമാണ് കയ്യിലിരിക്കുന്നതെങ്കിലോ എന്ന് ചോദിക്കുന്നുണ്ട്. തുടർന്ന് അതൊരു വിലപേശൽ എന്ന പോലെയാണ് അവിടെ ഈ ദിവ്യ നഴ്സിൻ്റെ അനിയത്തി സംസാരിക്കുന്നത്. അതായത് ഈ ഇൻഫർമേഷൻ കൈമാറുമ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ അതിൽ പറയുന്നത് റീമേക്കിലാണെങ്കിൽ ഈ പപ്പിയും പിന്നെ സത്യയും ശാലിനിയുടെ മകളാണ് എന്നുള്ളത് ആ ഹോസ്പിറ്റലിൽ നിന്നും ഈ ദിവ്യ നഴ്സിൻ്റെ അനിയത്തി അന്വേഷിച്ചറിയുകയാണ് ചെയ്യുന്നത്. എങ്ങനെയൊരു സാഹചര്യത്തിൽ ആ സംഭവം അറിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ സുസ്മിതയ്ക്ക് കൈമാറുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഫോൺ ചെയ്യുന്നത്. അപ്പോൾ അത് ഈ എപ്പിസോഡിൽ പറയുമെന്നറിയില്ല. അതിനുശേഷം കാണിക്കുന്നത് സുസ്മിതയാണെങ്കിൽ വീട്ടിലേക്ക് വരുന്നതാണ്. അന്നേരം ജഗദീപാണെങ്കിൽ ആദ്യം ജഗദീപിന് പേടിയൊക്കെ തോന്നുന്നുണ്ട്, പിന്നീട് സംസാരിക്കുകയാണ്. അന്നേരം നീ എന്ത് കരുതി എൻ്റെ ആ 16 അടിയന്തരം ആ ജയിലിലാകുമെന്ന് വിചാരിച്ചോ എന്നിങ്ങനെ സുസ്മിത ചോദിക്കുന്നുണ്ട്. പക്ഷേ ജഗദീപ് പിന്നീട് ചിരിച്ച് ആ ഒരു മട്ടിലേക്ക് നിൽക്കുന്ന ആ ഒരു സീൻ കാണിക്കുന്നുണ്ട്. ഇതേസമയം രാത്രി വിഷ്ണു ആണെങ്കിൽ സത്യയുടെ കാര്യങ്ങൾ അന്വേഷിച്ചറിയാനുള്ള ആ ഒരു എന്തൊക്കെ വഴികൾ ഇങ്ങനെ വിഷ്ണു ആലോചിക്കുന്നുണ്ട്. അതിനുശേഷം ഈ സത്യയുടെ ബർത്ത് ഡേറ്റ് അറിഞ്ഞാൽ എപ്പോഴാണ് പ്രസവിച്ചത്, എവിടെയാണ് പ്രസവിച്ചത് എന്നൊക്കെ അറിയാമല്ലോ എന്നുള്ളൊരു ചിന്ത വിഷ്ണുവിൻ്റെ മനസ്സിലേക്ക് വരികയാണ്. അതിനായിട്ട് വിഷ്ണു സത്യയെ തന്നെ ഫോൺ വിളിച്ച് ചോദിക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ വിഷ്ണു ഫോൺ ചെയ്യുന്നുണ്ട്. പക്ഷേ സത്യയുടെ മൊബൈലിലേക്ക് വിളിച്ചാൽ ബിഗ് ഫ്രണ്ടാണ്, വിഷ്ണു ആണ് വിളിക്കുന്നത് എന്നറിയുമെന്ന് മനസ്സിലാകുമല്ലോ. അതിനാൽ വിഷ്ണു ആണെങ്കിൽ ശാരദാമ്മയുടെ വീട്ടിലെ ലാൻഡ് ലൈനിലേക്കാണ് വിളിക്കുന്നത്. ഒരു ലാൻഡ് ഫോൺ ഇതുവരെ കാണിച്ചില്ല, ഇപ്പോൾ കാണിക്കുന്നുണ്ട്. ലാൻഡ് ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. പക്ഷേ ഫോൺ എടുക്കുന്നതാണെങ്കിലോ ശാലിനിയാണ്. തുടർന്ന് ഹലോ എന്ന് ശാലിനി വയ്ക്കുമ്പോൾ ശാലിനിയുടെ ശബ്ദമാണ് എന്നറിയുന്ന വിഷ്ണു അങ്ങ് ഫോൺ കട്ടാക്കുകയാണ്. തുടർന്ന് ശാലിനി വീണ്ടും ഫയലുകളൊക്കെ രാത്രി സമയമാണ് കാണിക്കുന്നത്. ഫയലുകളൊക്കെ നോക്കാനായിട്ട് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. വീണ്ടും വിഷ്ണു വിളിക്കുകയാണ്. അന്നേരവും ശാലിനി തന്നെയാണ് എടുക്കുന്നത്. പക്ഷേ വിഷ്ണുവിന് സംസാരിക്കാനായിട്ട് കഴിയുന്നു. വിഷ്ണുവിനെ വിളിക്കുന്നതെന്ന് അറിയുമല്ലോ, സത്യമല്ലല്ലോ കിട്ടിയിരിക്കുന്നത്. തുടർന്ന് വീണ്ടും ഒരു 3-4 തവണ വിഷ്ണു വിളിക്കുന്നുണ്ട്. പക്ഷേ ശാലിനി ഫോൺ എടുക്കുന്നത് കൊണ്ട് വിഷ്ണു ആണെങ്കിൽ സംസാരിക്കുന്നില്ല. തുടർന്ന് ശാലിനിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുകയാണ്. വിഷ്ണു ആണ് എന്നുള്ളൊരു ഊഹം പക്ഷേ ശാലിനിക്കില്ല. ശാലിനി അനുപല്ലവിയെ വിളിച്ചിട്ട് പിന്നെ ഈ ലാൻഡ് ഫോണിലേക്ക് വന്ന നമ്പർ ഏതാണ് എന്നുള്ളത് അന്വേഷിക്കാനായിട്ട് പറയുന്നുണ്ട് അവിടെ. അതിനുശേഷമാണ് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് പപ്പി വരുന്നത്. അന്നേരം പപ്പിയോട് ചോദിക്കുന്നുണ്ട്, സത്യയുടെയും നിങ്ങളുടെ അന്നേരം ആ ബർത്ത്ഡേ ആഘോഷിച്ചത് വിഷ്ണുവിന് ഓർമ്മ വരുന്നു എന്ന് തോന്നുന്നു. ഇത് പ്രമോ വന്നതെല്ലാം കൂടി ചേർത്ത് റീമേക്കിലെല്ലാം കൂടി ചേർത്ത് പറയുന്നതാണ്. ഇതൊക്കെ തന്നെയാണ് എപ്പിസോഡിലും വരാൻ പോകുന്നതും പ്രമോ കാണിച്ചതനുസരിച്ച്. തുടർന്ന് പപ്പിയോട് വിഷ്ണു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ 2 പേരുടെയും ബർത്ത് ഡേറ്റ് ഒരേ ദിവസമാണല്ലേ എന്നിങ്ങനെ ചോദിച്ചിട്ട് വിഷ്ണു ഇങ്ങനെ അങ്ങ് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സീൻ കാണിക്കുന്നുണ്ട്. പപ്പി ഇങ്ങനെ അത് സമ്മതിച്ച് പറയുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് നേരത്തെ പ്രമോയിൽ വന്നതുപോലെയാണ്. ആ സീൻ ഇന്നത്തെ എപ്പിസോഡിലുണ്ടോയെന്നറിയില്ല. ഈ ഫോൺ വിളിച്ചത് വിഷ്ണു ആണ് എന്നുള്ളത് ഒരു കോൺസ്റ്റബിൾ പിന്നെ വിഷ്ണുവിനെ പോലീസ് ജീപ്പിൽ കൊണ്ടുവരുന്നുണ്ട്. വിഷ്ണുവിനെ പോലീസ് പിടിച്ചുകൊണ്ട് വരുന്ന ആ ഒരു രീതിയിൽ തന്നെ വിഷ്ണുവിനെ കൊണ്ടുവരികയാണ്. വിഷ്ണു മുഖമൊക്കെ മറച്ചാണ് കുടുംബശ്രീ വീട്ടിലേക്കാണ് കൊണ്ടുവരുന്നത്, ശാലിനിയുടെ അടുത്തേക്ക്. അന്നേരം തുടർന്നത് വിഷ്ണു ആണ് എന്നുള്ളത് ശാലിനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എന്തിനാണ് വിളിച്ചത് എന്നുള്ളത് അവിടെ ശാലിനിക്ക് മനസ്സിലാവുന്നുമില്ല. അതിനുശേഷം വിഷ്ണു ആണെങ്കിൽ വന്ന് ശാരദാമ്മയോട് ചോദിക്കുന്നുണ്ട്, പിന്നെ പപ്പിയെ പ്രസവിച്ച അതേ ദിവസമാണല്ലേ സത്യയും പ്രസവിച്ചത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അത് ശാലിനി കേൾക്കുന്നുണ്ട്. പക്ഷേ ശാരദാമ്മയ്ക്ക് അവിടെ ഉത്തരമില്ലാതെ നിൽക്കുകയാണ്. പക്ഷേ ശാരദാമ്മ അവിടെ കള്ളം പറയുമ്പോൾ വിഷ്ണുവിടെ കൈയോട് പിടിക്കും, അങ്ങനെ ബർത്ത് ഡേറ്റ് ഒരു ദിവസമാണ് എന്നുള്ളത്. പിന്നീടാണ് വിഷ്ണു ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ആ ഒരു സീനൊക്കെ ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണ് മനസ്സിലാകുന്നത്. പക്ഷേ അവിടെ നിന്ന് റെക്കോർഡ് കിട്ടില്ല, വിഷ്ണുവിന് റെക്കോർഡ് കിട്ടില്ല. ഈ പറയുന്ന നഴ്സിൻ്റെ അനിയത്തി ആ റെക്കോർഡ് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്.
ഇതൊക്കെയാണ് പുതിയ എപ്പിസോഡുകളിൽ വരാൻ പോകുന്ന വിശേഷങ്ങൾ. ഇപ്പം അപ്പിയും സത്യയും ശാലിനിയുടെ മകളാണ് എന്നറിയുമ്പോൾ സുസ്മിതയാണെങ്കിൽ ശാലിനിയെ അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ അത് സുസ്മിതയാണ് എന്ന് പറയില്ല, ഒരു അനോണിമസ് കോൾ എന്ന പോലെ അലറിയാതെ ഇങ്ങനെ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സത്യഭാമയോട് പറയും എന്നുള്ള രീതിക്കൊക്കെ സംസാരിക്കും. അതിനെതിരെ ശാലിനി കുറേ പേടിച്ചിരിക്കുന്നതും പിന്നെ കുറേ കാട്ടിക്കൂട്ടുന്നതും ഒക്കെയാണ് വരും എപ്പിസോഡുകളിലൊക്കെ വരുന്നത്. പക്ഷേ താമസിയാതെ തന്നെ വിഷ്ണു കാര്യങ്ങൾ അറിയും. ശാരദാമ്മ വിഷ്ണുവിനോട് കാര്യങ്ങൾ പറയുന്ന ഒരു എപ്പിസോഡൊക്കെ ഉണ്ട്. റീമേക്കിൽ പെട്ടെന്നാണ് പോകുന്നത്, പക്ഷേ ഈ മലയാളത്തിലായതുകൊണ്ട് നീട്ടി വലിച്ച് പോകുന്നത് കൊണ്ട് എപ്പോഴും അതെത്തുമെന്നറിയില്ല. ഇതിൻ്റെയൊക്കെ കുറേ സീനൊക്കെ ഉണ്ട്. റീമേക്കിലാണെങ്കിൽ ഈ ജഗദീപിനെ സുസ്മിത കൊല്ലുന്ന ഒരു സീൻ, ആക്രമിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അപ്പം ജഗദീപ് മരിച്ചു എന്നൊക്കെ സുസ്മിത വിചാരിക്കും, പക്ഷെ മരിക്കുകയൊന്നുമില്ല. പിന്നെ പ്രേതമായിട്ട് വന്ന് ജഗദീപ് സുസ്മിതയെ പേടിപ്പെടുത്തുന്ന സീനൊക്കെയാണ്. അതൊക്കെ ഇതിന് മുന്നേ വരേണ്ടതായിരുന്നു, പക്ഷേ ഇവിടെ ഇനി അതൊക്കെ സുസ്മിത വന്നതുകൊണ്ട് ഇനി കാണിക്കുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഇത്രയുമാണ് പുതിയ വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.